നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നീതുവിന്റെ വീട്ടിലേക്ക് സുധീഷ് ഹരീഷും കൂടെ ചെല്ലുന്നുണ്ട്. കാരണം നീതുവിന്റെ സഹോദരൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന് പകരം ചോദിക്കാനായിട്ട് അവർ രണ്ടുപേരും കൂടെ ചെല്ലുന്നേ. അങ്ങനെ അവര് വീട് കണ്ടുപിടിച്ച് അവിടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഹരീഷിനോട് സുധീഷ് പറഞ്ഞു, എടാ ഈ ഒരു വീട്ടിലാണോ അവൾ താമസിക്കുന്നത്? എന്നിട്ടാണ് അവളുടെ സഹോദരൻ വന്നിട്ട് നമ്മളെ വെല്ലുവിളിച്ചത്. നമ്മുടെ കുപ്പക്കൂന പോലെ നടക്കുന്ന വീടാണ്, കുടിലാന്നൊക്കെ പറഞ്ഞ് ഒരു തീപ്പെട്ടി അടപ്പ് പോലുള്ള അത്ര ഉള്ള ചെറിയ വീട്, എന്നിട്ടാണ് നമ്മളെ വലിയ കളിയാക്കിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നീതുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയം അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അതെ നിങ്ങളുടെ മകൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, വീട്ടിൽ വന്ന് കിടന്ന് അനാവശ്യം പറയുന്നോ, ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞു. ഒച്ചപ്പാട് കേട്ടോണ്ട് നീതു ഇറങ്ങി വന്നു. നീതുവിന് ഭയങ്കര സന്തോഷമായി ഹരീഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോഴേക്കും അഖിലും വരുവാണ്, നീതുവിൻ്റെ സഹോദരൻ. എന്താടാ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിച്ചു. അതെ, നീ വീട്ടിൽ വന്ന് ഞാനില്ലാത്ത സമയത്ത് പ്രശ്നം ഉണ്ടാക്കിയില്ലേ, എന്തിനാടാ നീ വീട്ടിലേക്ക് വന്നേ? ഓ, അത് ചോദിക്കാൻ വേണ്ടി വന്നാണോ? എൻ്റെ പെങ്ങളെ നീ വെറുതെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യൂലേ? ആര് പറഞ്ഞടാ നിന്റെ പെങ്ങളെ ഞാൻ ശല്യം ചെയ്തെന്ന്? എടാ നിന്റെ പെങ്ങള് പറഞ്ഞോ? അവള് എൻ്റെ വർക്ക്ഷോപ്പിലേക്കാടാ വന്നത്. ദേ അവളോട് സംസാരിക്കാനോ കൊഞ്ചിക്കൊഴയാനോ പോയിട്ടുണ്ട്, നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല. എങ്കിൽ അത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പം വിട്ടു കൊടുക്കുവോ? ഹരീഷ് പറഞ്ഞു, എടാ അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ? നിന്റെ പെങ്ങള് വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് സംസാരിക്കും, വർത്താനം പറയുകയും ചെയ്യും. പിന്നെ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളോട് ഞാൻ സംസാരിക്കുകയും ചെയ്യും. ഇഷ്ടമില്ലെന്ന് അവൾ പറയട്ടെ. അത് കേട്ടപ്പോൾ നീതി ചാടിക്കയറി പറഞ്ഞു, എനിക്കിഷ്ടമാ, എനിക്ക് ഒത്തിരി ഇഷ്ടമാന്ന് പറഞ്ഞു. കേട്ടില്ലേ, നിന്റെ പെങ്ങള് തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അഖില് ദേഷ്യപ്പെട്ടു. ഇത് ഒറ്റ ഒണ്ണം കിട്ടുമെന്നാണ്ടല്ലോ, കയറി പൊടിയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നീത് പോവാനായിട്ട് കൂട്ടാക്കിയില്ല. നീത് പറഞ്ഞു, ഹരീഷിന് എന്നെ ഇഷ്ടമാ, എനിക്ക് ഹരീഷിനെ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള സ്ഥിതിക്ക് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും അഖില് പറഞ്ഞു, എടാ നാണം ഉണ്ടോടാ ഇവിടെ വന്ന് പെണ്ണിനെ കുറിച്ച് പറയാനായിട്ട്? എടാ എൻ്റെ പെങ്ങളെക്കുറിച്ച് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുടെ ഉള്ളത്? നീത് പറഞ്ഞു, എന്താണെങ്കിലും ചേട്ടനേക്കാളും കൂടുതൽ യോഗ്യതയുണ്ടെന്ന് പറഞ്ഞു. അത് അഖിലിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അഖില് ദേഷ്യപ്പെടുന്ന സമയത്ത് നീതുവിൻ്റെ അമ്മ പറഞ്ഞു, കേറിപ്പോടിയാത്ത അവള് വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു, നാണമില്ലാത്തവളെ. കുറെ ചീത്ത പറഞ്ഞു. പക്ഷെ നീതു അന്നും കാര്യമാക്കില്ല. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കുറ്റപ്പെടുത്തിയില്ലോ. എന്നെ എൻ്റെ കുടുംബത്തെയും കുറ്റപ്പെടുത്തി. എടാ അതിനുള്ള ഇതൊക്കെ നിനക്ക് എവിടെ നിന്നാടാ ഉള്ളത്? എന്ത് യോഗ്യതയാടാ ഉള്ളത്? ഈ വീട്ടിൽ നിന്ന് വന്നിട്ടല്ലേ ഞങ്ങളുടെ വീടിനെ കുറ്റം പറഞ്ഞേ? ഞങ്ങളുടെ വീട് വലിയ വീടാടാ, ഒന്നുമില്ലേലും ഇച്ചിരി പഴയ വീടാണെങ്കിലും ഇത്തിരി വലിയ വീടാ. ഇതോ തീപ്പെട്ടിക്കുള്ള അത്ര ഉള്ള ഒരു കുഞ്ഞു വീട്. എന്നിട്ടാണോടാ നീ വലിയ ആള് കളിക്കുന്നേ? നിന്ന് തിരിയാനായിട്ടുള്ള സ്ഥലം പോലും ഇല്ല. അത് കേട്ടപ്പം നീതുവിൻ്റെ അച്ഛൻ പറഞ്ഞു, ഇതേ കൂടുതൽ പറയരുത്. ഓ, ഇത് വാടക വീടായിരിക്കില്ലേ? എന്നിട്ടാണ് നിങ്ങളുടെ മോൻ വന്ന് കിടന്ന് പറഞ്ഞത്. എന്താണെങ്കിലും ഇത്ര ഉള്ള വീട്ടിൽ നിന്ന് വന്നിട്ട് എൻ്റെ അനുജനെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ അന്തസ്സായിട്ട് നല്ലൊരു വീട്ടിലാണ് കിടക്കണേന്നൊക്കെ പറഞ്ഞു. സുധീഷിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഒന്നും രണ്ടും പറഞ്ഞു വഴക്കുണ്ടാക്കണ സമയത്ത് നീത് പറഞ്ഞു, ദേ ഹരീഷേ, സുധീഷ് ഏട്ടനെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക്, ഇവിടെ വന്ന് ഒച്ചപ്പാടുണ്ടാക്കല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞു, സുധീഷ് ഏട്ടൻ പറയട്ടെ, നിന്റെ സഹോദരൻ വീട്ടിൽ വന്ന് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞു. ഒടുവില് ഹരീഷ് സുധീഷും കൂടെ പോയി കഴിഞ്ഞപ്പോൾ നീതുവിൻ്റെ നേരെ നീതുവിൻ്റെ അച്ഛനും അമ്മയും സഹോദരനും എല്ലാം ചാടുവാണ്. കണ്ടില്ലേടി, അവൻ വന്നിട്ട് ഈ വീടിനെ കുറിച്ചും എല്ലാരെ കുറിച്ചും കുറ്റം പറഞ്ഞേ? നീ കേട്ടല്ലോ, അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് നീ പോകാനായിട്ട് പോകുന്നേ? നാണം ഉണ്ടോടി ഒരുമ്പെട്ടോളെ നിനക്ക്? ഇത്രയും ഉളുപ്പുണ്ടായിരുന്നു, നീ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വായി വന്നു ചീത്ത എല്ലാം നീതുവിനെ പറയാം. നീതുവിന് ഭയങ്കര വിഷമമായി. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നീതുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ ഒച്ചപ്പാടും ബഹളമായിട്ട് നേരെ ഹരീഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് ഓട്ടോറിക്ഷ ഇറങ്ങി പാടാ ഇങ്ങോട്ടേക്കെന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരനും അവരൊക്കെ ഇറങ്ങി വന്നു. എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അതെ, നിങ്ങളുടെ മകനുണ്ടല്ലോ എൻ്റെ മോളുടെ പിന്നാലെ നടക്കുവാണ്, അതും പോരാഞ്ഞിട്ട് വീട്ടിൽ വന്ന് വലിയ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. അത് കേട്ടോണ്ടാണ് സുധീഷ് ഹരീഷും ഇറങ്ങി വരുന്നത്. സുഭാഷ് പറഞ്ഞു, എന്താ കാര്യം? ഓ, അപ്പോൾ ഒന്നും അറിയത്തില്ലല്ലേ? ഇവര് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി എൻ്റെ മകനെ പിടിച്ച് തല്ലാനൊക്കെ തുടങ്ങി. അത് വല്ലതും അറിഞ്ഞായിരുന്നോ? സുഭാഷയ്ക്ക് അപ്പോഴാണ് കാര്യം പറയണേ. സത്യമാണോടാന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു,
സുഭാഷ് ചേട്ടാ, നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവനല്ലേ ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത്, അപ്പം നമ്മൾ കൈയും കേട്ട് നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പം നീതുവിൻ്റെ അച്ഛൻ പറഞ്ഞു, എടാ നാണമില്ലാത്തവനെ, എന്ത് യോഗ്യത ഉണ്ടായിട്ടാടാ നിന്റെ അനുജന് എൻ്റെ പെണ്ണിൻ്റെ പിന്നാലെ നടക്കുന്നത്? എന്തെങ്കിലും യോഗ്യത അവനുണ്ടോ? വിദ്യാഭ്യാസം ഉണ്ടോ? വെറുതെ ഒരു വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവൻ എൻ്റെ പെണ്ണിനെ വേണം പോലും ഞാൻ കെട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് ഇതേ ചേട്ടാ, വെറുതെ ഇങ്ങനെയൊന്നും വിളിച്ചു പറയരുത്. അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ആ കല്യാണം നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. പിന്നെ ഇഷ്ടം, ഇതുപോലൊരു വീട്ടിലേക്ക് എൻ്റെ മോളെ ഞാൻ വിടണമല്ലേ? 4-5 ആണുങ്ങൾ തനിച്ച് താമസിക്കുന്ന വീട്ടിലേക്ക്. അല്ലെങ്കിൽ ഈ വീട്ടിൽ വന്ന് ഒരു പെണ്ണ് നിൽക്കുമോ? നിങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ഒരു ആൾക്കാർക്ക് നല്ല അഭിപ്രായം ഉണ്ടോ ഈ കുടുംബത്തെക്കുറിച്ച്? ഇതുപോലൊരു വൃത്തികെട്ട കുടുംബം ഈ പരിസരത്തെങ്ങും ഇല്ല. എന്നിട്ട് എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് വരണം. ഒരു കാരണവശാലും ഞാൻ ജീവിച്ചിരിപ്പേണ്ട നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല വീടല്ലേ, വലിയ കൊട്ടാരം പോലെയുള്ള വീടല്ലേ, എന്നിട്ട് നിൽക്കുന്ന നാണമുണ്ടോ ഇവിടെ വന്ന് ഇങ്ങനെ ചിലക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നീതുവിൻ്റെ അമ്മ പറഞ്ഞു, കൊട്ടാരം പോലെയുള്ള വീടല്ലെങ്കിലും കുഞ്ഞതാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഇതുവരെ ആരും അനാവശ്യമൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കുടുംബം കുഞ്ഞതായിരിക്കും, വീടും കുഞ്ഞതൊക്കെ ആയിരിക്കും, പക്ഷേ എങ്കിലേ നല്ല അന്തസ്സുള്ള കുടുംബമാണ്, നിങ്ങളെപ്പോലെ ഒന്നും അല്ലാന്നും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാട്. ഒടുവിൽ കയ്യാങ്കളി വരെ കാര്യമെത്തി. ഈ സമയത്ത് സുധീഷിനെ നിധി വിളിച്ചു, ഇങ്ങോട്ടേക്ക് വന്നേന്നും പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് വലിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോയി. എന്താ കാര്യം എന്താ? അതെ, എൻ്റെ താലി എവിടെയാന്ന് ചോദിച്ചു. താലിയോ? ഇപ്പോൾ എന്തിനാ താലി? ഇനിയിപ്പോൾ അത് വിറ്റിട്ട് ഹരീഷിൻ്റെ കല്യാണം വല്ലതും നടത്താനാണോ? ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സുധീഷ് പോയി താലി ഒഴിച്ചിരുന്ന കവർ എടുക്കുകയാണ്. കുറേ കവറിനകത്ത് പൊതിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ഇതെന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? സൂക്ഷിച്ച് വെക്കണമല്ലോ, നഷ്ടപ്പെട്ടു പോകലല്ലോ, ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്തു തരാൻ പറഞ്ഞു. അങ്ങനെ അതങ്ങോട്ട് വാങ്ങിയിട്ട് നിധി കഴുത്തിലേക്ക് ഇടുവാണ്. സുധീഷ് ഒരു അന്താളിപ്പോടെ ഇങ്ങനെ നോക്കി. പിന്നീട് നിധി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ഇത്ര സമയം നിധി ഇടപെട്ടില്ല, കാരണം കഴുത്ത താലി ഇല്ലല്ലോ. ഇപ്പം താലി വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ബലം ഉണ്ടായിരുന്നു നിധിക്ക്. അങ്ങനെ നിധി അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, അതെ ഇത്ര സമയം നിങ്ങളെല്ലാം കിടന്ന് പറഞ്ഞില്ലേ, ഇനി ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ ചോദിച്ചു, അല്ല നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അതെ, ഞാൻ ഈ നിൽക്കുന്ന സുധീഷിൻ്റെ ഭാര്യയാന്ന് പറഞ്ഞു. സുധീഷ് ഒരടി അങ്ങോട്ട് പൊങ്ങി. സുധീഷിന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. നിധി പറഞ്ഞു, ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് 3-4 മാസമായി, ഇന്ന് വരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ കുടുംബത്തിലുള്ളവരൊക്കെ എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്. ഈ നിൽക്കുന്ന സുഭാഷേണ്ണ എന്നെ ഒരു അനുജത്തിയെ പോലെ കാണുന്നേ. നിങ്ങൾ പറഞ്ഞല്ലോ 3-4 ആണുങ്ങളുള്ള വീട്ടിലാന്ന്, പക്ഷെ എനിക്ക് ഇന്ന് വരെ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനൊരു കാര്യം പറയാം, ഞാനൊരു വീട്ടിൽ നിന്ന് വന്ന ചേട്ടനും അതുപോലെ അച്ഛനും അമ്മയും എല്ലാവരും ഉള്ള വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് ആ ഒരു ഒറ്റപ്പെടലും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടുകാരൻ നോക്കുന്നേക്കാളും നല്ല അന്തസ്സോട് കൂടിയിട്ടാണ് ഈ കുടുംബത്തിലുള്ളവർ എന്നെ നോക്കുന്നത്. അത് കേട്ടപ്പോൾ നീതുവിൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നു. പിന്നെ കണ്ടാലും മനസ്സിലാവും, ഈ വീട്ടിലല്ലേടി നീ താമസം? അതെ, ഈ വീട്ടിൽ തന്നെ താമസം. അതെ, നിങ്ങൾ മുമ്പ് പറഞ്ഞല്ലോ വീടിൻ്റെ വലിപ്പത്തിലൊന്നുമല്ല കാര്യം. ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് എന്ത് വെള്ളം പറയാം, പക്ഷെ അങ്ങനെയല്ല ഈ കുടുംബത്തിൻ്റെ അകത്തെ അവസ്ഥ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എന്നെ നോക്കിയിരിക്കുന്നത്. ഒരു പെണ്ണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ നോക്കണമെന്ന് നന്നായിട്ടറിയാം. ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടി, എൻ്റെ മോളെ ഞാൻ ഇങ്ങോട്ടേക്ക് വിടത്തില്ല. അപ്പോഴേക്കും നിധി പറഞ്ഞു, വിടണമെന്ന് ആര് പറഞ്ഞു? നിങ്ങളുടെ മോളെ വിടുവോ വിടാതിരിക്കോ നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ ഈ കുടുംബത്തെ അടച്ച് നിങ്ങൾക്ക് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ഈ കുടുംബത്തിലുള്ളവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ മോളെ വിടാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ കുടുംബത്തിലുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? ഈ കുടുംബം നല്ലതല്ല, കുടുംബത്തിലുള്ളവർ നല്ല അല്ലെന്ന് ഒരിക്കലും പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര നാളായി. ഒരു നിമിഷം കോരിത്തെരിച്ച് നിൽക്കുകയാണ് സുധീഷ് ഹരീഷും ഒക്കെ. ഈ താലി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരനൊക്കെ ഞെട്ടിപ്പോയി. താലി ഊരി സുധീഷിന് കൊടുത്തല്ലേ, പിന്നെ എങ്ങനെ പെട്ടെന്ന് നിധിയുടെ കഴുത്തിൽ ഈ താലി വീണെന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവരുടെ മനസ്സിൽ. അവരൊന്നും ഒരിക്കലും വിശ്വസിച്ചു പോലുമില്ല. ഒടുവിൽ നിധിയുടെ സംസാരത്തിൽ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട വന്നു. നീതുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അവരത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട്, ഞങ്ങൾ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല കേട്ടോ എടത്തിയമ്മേ. അല്ല, ഈ താലി എപ്പോൾ കഴുത്തേ വീണു എന്ന് നികേഷ് ചോദിച്ചു. അപ്പോഴേക്കും നിധി പെട്ടെന്ന് അങ്ങോട്ട് താലി ഊരുവാണ്. എന്നിട്ട് സുധീഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് വെച്ചോളാൻ പറഞ്ഞു. സുധീഷ് ഊരില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷേ എന്നാലും ഊരി കൊടുത്തിട്ട് നിധി അങ്ങോട്ട് പോയി. ആ സമയം സുധീഷിന് തുള്ളിച്ചാടാൻ തോന്നി. എന്നാലും അവൾ ആ താലി മേടിച്ചിട്ടിട്ട് ഞാൻ സുധീഷിൻ്റെ ഭാര്യയാന്ന് പറഞ്ഞല്ലോ, അത് മതിയായിരുന്നു സുധീഷിന്. എനിക്ക് കുഴപ്പമില്ല, അവൾ ആ താലി രണ്ടാമത് വാങ്ങിയിട്ടല്ലോ എന്നൊക്കെയൊരു ചിന്ത സുധീഷിനൊന്ന് തുള്ളിച്ചാടാനായിട്ട് തോന്നി. അങ്ങനെ പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പം സുധീഷ് നികേഷിനോട് പറഞ്ഞു, എടാ നമുക്ക് നിധിയെ കൊണ്ടൊന്ന് പുറത്തു പോയാലോ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് എൻജോയ് ചെയ്താലോ എന്ന് ചോദിച്ചു.
ശരിയാ, പക്ഷെ നിധി അടുത്ത് സമ്മതിക്കുമെന്ന് തോന്നില്ല, നീ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ നിധിയോട് നികേഷ് ചോദിക്കുന്നുണ്ട്. നിധി സമ്മതിച്ചു. ഹരീഷ് പറഞ്ഞു എനിക്ക് വർഷോപ്പ് പണിയുണ്ട്, ഞായറാഴ്ചയായിട്ട് എന്ത് പണിയാ, എനിക്ക് പോകണം, 1-2 വണ്ടിയാണെന്ന് പറഞ്ഞ് ഹരീഷ് നൈസായിട്ട് ഒഴിവായി. അങ്ങനെ പോകാൻ തുടങ്ങുന്ന സമയത്ത് നിധി പറഞ്ഞ് നമുക്ക് അച്ഛനെയും കൂടെ വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഭാസ്കരനെ വിളിക്കാനായിട്ട് അവർക്ക് ആർക്കും ഒരു സമ്മതമില്ലായിരുന്നു. കാരണം വിളിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നിധി സമ്മതിച്ചില്ല. ഒന്നുമല്ലല്ലോ അച്ഛനല്ലേ, അച്ഛന് നമ്മുടെ കൂടെ പോരാൻ ആഗ്രഹമൊക്കെ കാണുന്നു, നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിക്കരുത്, അച്ഛന് നമ്മുടെ കൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഭാസ്കരനോട് പോയി നിധി ചോദിക്കുകയാണ്. നിധി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ പറഞ്ഞു എനിക്ക് വരാൻ സമ്മതമാണ്, ബാക്കിയുള്ളവരൊക്കെ സമ്മതിച്ചോ എന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. അവർക്ക് സമ്മതം, എങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭാസ്കരനും പെട്ടെന്ന് പോയി റെഡിയായി. എല്ലാവരും കൂടെ സന്തോഷത്തോടുകൂടി ബീച്ചിലേക്ക് പോവാണ്. അപ്പം ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ നിധിയുമായിട്ട് കുറച്ച് അടുത്ത് സംസാരിക്കുക, ഇടപെടാന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെ അവരെല്ലാം സന്തോഷത്തോടെ സംസാരിച്ച് നടക്കുന്ന സമയത്ത് നിധി പറഞ്ഞു അതെ നമുക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ നിധിയും നികേഷും സുധീഷും കൂടെ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. കുറച്ച് വലിയ തിരമാലകളാണ് വരുന്നത്. അപ്പോഴേക്കും നിധിയോട് പറഞ്ഞു അതെ നമുക്കൊരു കാര്യം ചെയ്താൽ അങ്ങോട്ട് മാറിപ്പോയാലോ എന്ന് സുധീഷ് ചോദിച്ചു. അപ്പുറത്ത് കുറച്ച് ചെറിയ തിരമാലകളാ. എങ്കിൽ ശരി പോവാന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പം നികേഷ് സുഭാഷിൻ്റെ അടുത്ത് വന്നിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇട്ട് അവരപ്പുറത്ത് മാറിപ്പോയി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ചാടിക്കളിച്ച് നിൽക്കുമ്പോഴത്തേനുമാണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഭാസ്കരൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ മോളെ ഇതൊന്നും അല്ല തിരമാല, ഞാൻ ഇതിനു മുമ്പ് വേറെ വലിയ ബീച്ചിൽ പോയിട്ടുണ്ട്, അവിടുത്തെ ഇതൊക്കെ ഒന്ന് കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും സുധീഷിന് സഹിച്ചില്ല. സുധീഷ് ഓർത്തു ദൈവമേ ഈ അച്ഛൻ എന്തിനാ ഇപ്പം സ്വർഗത്തിലെ കട്ടൂറും പാനിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ, ആകെപ്പാട് ഇത്തിരി സമയം കിട്ടിയതാ. എൻ്റെ ദൈവം നിധിയാണ് ആസ്വദിച്ച് കേട്ടോണ്ടിരിക്കുക കഥ. അത് സുഭാഷും നികേഷും കണ്ടു. പെട്ടെന്ന് സുഭാഷ് നികേഷിനോട് പറഞ്ഞു എടാ നീ പോയി അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. സുഭാഷ് ഏട്ടൻ തന്നെ ചെല്ല. ഒടുവിൽ സുഭാഷ് വന്ന് ഭാസ്കറിന്റെ കയ്യെ പിടിച്ച് വിളിച്ചോണ്ട് കൂടെ പോവാണ്. എന്താ കാര്യം, അവർ രണ്ടുപേരും ഇച്ചിരി തനിച്ച് സംസാരിക്കട്ടെ, അതിൻ്റെ ഇടയ്ക്കിലേക്ക് എന്തിനാ അച്ഛൻ പോയത്? പിന്നെ വീട്ടിലിരുന്ന് തനിച്ച് സംസാരിക്കുന്നില്ല, പിന്നെയാണ് ഇവിടെ, ഒന്ന് പോടാ അവിടുന്ന്. അച്ഛാ അതിൻ്റെ ഇടയ്ക്കിലേക്ക് പോയി നിൽക്കാതെ അച്ഛൻ അവിടെയും പോയി ഇരിക്കുക, അല്ലെങ്കിൽ അവിടെയൊക്കെ നടന്ന് കാണാൻ പറഞ്ഞു. സുധീഷിന് സന്തോഷമായി. സുധീഷും നിധിയും കൂടെ പിന്നീട് അവിടെ ഇരുന്ന് സംസാരിക്കണം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഉണ്ടായിരുന്ന ആ ബീച്ചിലെ പോലീസുകാർ ഭാസ്കരനെ പിടികൂടിക്കൊണ്ട് വരുവാണ്. അപ്പോഴാണ് സുഭാഷ് ആ കാഴ്ച കാണുന്നത്. സുഭാഷ് ഓടിച്ചെന്നു. അച്ഛാ ഇതെന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും പോലീസുകാർ പറഞ്ഞു ഇയാളുടെ മകനാണോ നിങ്ങളെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നികേഷ് ഓടി വന്നു. അല്ല എന്താ സാറേ കാര്യം? ഇയാൾ അവിടെ പോയി ഇരുന്ന് മദ്യപിക്കുമായിരുന്നു പൊതുസ്ഥലത്ത്. മദ്യപിക്കുന്നു? അതെ. ഇയാളെങ്ങനെ ഇവിടെ മദ്യപിച്ചിട്ടൊക്കെ ഈ വെള്ളത്തിൽ ചാട്ടുണ്ട്, പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്കും പണിയാകത്തില്ലേ, അല്ലെങ്കിലും പൊതു സ്ഥലത്ത് ഇങ്ങനെ മദ്യപിക്കാൻ പാടുണ്ടോ? ഭാസ്കരൻ പറഞ്ഞു പിന്നെ ഇത്തിരി വെള്ളം അടിച്ച് നിർത്തിപ്പോൾ എന്ത് സംഭവിക്കാനാ. ഒടുവിൽ സുഭാഷിനൊക്കെ എന്താണെന്ന് അറിയില്ല. അപ്പോഴേക്കും നിധി ഇത് കണ്ടു. നിധി പറഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷും നിധിയും കൂടെ വന്നു. അപ്പം കാര്യം ഇതാണ്, ഒടുവിൽ ഫാമിലി ആയിട്ടാണോ വന്നിരിക്കുന്നത്, എന്നിട്ടാണോ നിങ്ങൾ ഈ പരിപാടിയൊക്കെ കാണിക്കണമെന്ന് ചോദിച്ചിട്ട് കുറേ ചീത്ത പറയുന്നുണ്ട് ഭാസ്കരനെ. ഒടുവിൽ ഭാസ്കരനോട് തൽക്കാലത്തേക്ക് നിങ്ങളിപ്പോൾ വിടുക, അല്ലെങ്കിൽ ഇപ്പം ലോക്കപ്പിൽ കൊണ്ട് ഇട്ടാനെന്നൊക്കെ പറഞ്ഞു. പോലീസുകാരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞ കൂട്ടിക്കൊണ്ട് വരണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള സമാധാനം പോയ ഒരു ഫീലിംഗ് ആയിരുന്നു സുധീഷിനൊക്കെ. കാരണം നല്ല സന്തോഷത്തോടെ നിധിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതല്ലേ. ഒടുവിൽ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. ഹരീഷ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഉള്ള കാര്യം പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞ അച്ഛനും കൂട്ടിക്കൊണ്ട് പോകണ്ടെന്ന്, ഉള്ള സമാധാനം കളഞ്ഞെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. പിന്നീട് സുധീഷിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നുണ്ട്. അത് വക്കീലിൻ്റെ കോളായിരുന്നു. അതേ നാളെ കോടതി കേസ് വിളിക്കുക, നാളെ വരണമെന്നും പറഞ്ഞുകൊണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷിന് ടെൻഷനായി. സുധീഷ് ചോദിച്ചു അല്ല മാഡം കേസ് മാറ്റി വെക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല, നാളെ നിങ്ങൾ വരണം, ജോയിൻറ്റ് പെറ്റീഷൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതല്ലേ, നാളെ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. സുധീഷിന് ആകെപ്പാട് ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെയായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.